പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് മാൽദ്വീപിലെ മന്ത്രി നടത്തിയ പ്രസ്താവന വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് വിളിച്ചു വരുത്തുന്നത്. രാജ്യത്ത് എമ്പാടും പ്രതിഷേധം അലയടിക്കുകയാണ്. പ്രധാനമന്ത്രിയെ വളരെ മോശമായ രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാൽദ്വീപിൻ്റെ മന്ത്രി, അവിടുത്തെ ഉപമന്ത്രിയാണ്, അവർ വളരെ മോശമായ രീതിയിലാണ് അധിക്ഷേപിച്ചത്. മറിയം ഷിയൂന എന്ന യുവജന കാര്യക്ഷേമവും അതുപോലെ തന്നെ യുവജനങ്ങളുടെ ശാക്തീകരണം, അതുപോലെ കല തുടങ്ങിയ വകുപ്പുകൾ നോക്കുന്ന ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് പ്രധാനമന്ത്രിക്കെതിരെ വളരെ മോശമായ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത്. ഇതിനെതിരെ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പ്രമുഖരടക്കം വളരെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യൻ സന്ദർശകർ, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ മാൽദ്വീപിലേക്കുള്ള യാത്ര കൂട്ടമായി റദ്ദാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പോസ്റ്റ് വന്നതിൻ്റെ തൊട്ടുപുറകിൽ തന്നെ 8000-ലധികം ഇന്ത്യൻ സഞ്ചാരികൾ മാൽദ്വീപിൽ അവരുടെ റൂമുകൾ ബുക്ക് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ റദ്ദാക്കുന്നൊരു സാഹചര്യമുണ്ടായി. 25,000-ഓളം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ, പ്ലെയിൻ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത് സഞ്ചാരികൾ മാലിദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കിക്കൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചു. പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ മോശം രീതിയിൽ ഉള്ളൊരു പ്രതികരിച്ചതിനും അധിക്ഷേപിച്ചതിനും എതിരെ ഇന്ത്യ എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകളിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും ഈ തങ്ങളുടെ അതൃപ്തി, ഇത്തരം ഒരു പ്രതികരണം മാലിദ്വീപിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉപമന്ത്രിയിൽ നിന്ന് ഉണ്ടായതിൽ അവരുടെ ശക്തമായ അവരുടെ നിലപാടിനെതിരെ ഇന്ത്യ ശക്തമായി നമ്മളുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്, അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും വ്യക്തമാണ്. ഏതായാലും ടൂറിസത്തെ വളരെയധികം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് മാലിദ്വീപ്. ഈ ആദ്യ മണിക്കൂറുകളിൽ വന്ന പ്രതികരണം തന്നെ മാലിദ്വീപിനെ നടുക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പെട്ടെന്ന് തന്നെ മാലിദ്വീപിൽ സർക്കാർ ഔദ്യോഗികമായ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. മന്ത്രിയുടെ ഈ പ്രതികരണം സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് അല്ല. ഇത്തരം നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരം ഉത്തരവാദിത്ത രാഹിത്യത്തോടുള്ള പെരുമാറ്റം ശക്തമായ നടപടികൾ വിളിച്ചു വരുത്തും എന്ന വിശദീകരണവും മാൽദ്വീപ് സർക്കാർ നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ മാൽദ്വീപ് ബന്ധങ്ങൾ വഷളായി വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പുതിയ ഭരണകൂടം അവിടെ അധികാരത്തിൽ, മുഹമ്മദ് മൊയ്സുവിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ മാൽദ്വീപ് ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുകയും ഇന്ത്യ ബന്ധം വഷളാകുകയും ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ ചൈനീസ് അടുപ്പമാണോ ഇന്ത്യയെ വിമർശിക്കാൻ പ്രധാനമന്ത്രിയെപ്പോലെ വളരെ ലോകത്തിലെ എല്ലാ നേതാക്കളും ഉറ്റുനോക്കുന്ന ഒരു നേതാവിനെ വിമർശിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നതുകൂടി ഇപ്പോൾ ആളുകൾ ആലോചിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ജനുവരി 2-ന് ലക്ഷദ്വീപ് സന്ദർശിക്കുകയും അവിടുത്തെ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ പങ്കുവച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം മാലിദ്വീപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന മാലിദ്വീപിന് ഈ ലക്ഷദ്വീപിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുമെന്ന ഭയം ഒരുപക്ഷെ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ചൈനയുമായുള്ള അടുപ്പം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ ഇവരെ ഈ മാൽദ്വീപിലെ ഉപമന്ത്രിയെ പ്രേരിപ്പിച്ചത്. പക്ഷേ അത് തികച്ചും അനവസരത്തിലും ദൗർഭാഗ്യവുമായി പോയി. അത്തരം ഒരു പ്രതികരണം ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മറുപടി ഈ വിഷയത്തിലുണ്ടാകും. ഇന്ത്യയിലെ നിരവധി പ്രമുഖർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. രാജ്യമെമ്പാടും പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഏതായാലും ഇത് മാൽദ്വീപ് സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടല്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന് പുറകെ മന്ത്രി അവരുടെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് വരും ദിവസങ്ങളിലും ഈ വിഷയം കൂടുതൽ ചർച്ചയാകും. പ്രധാനമന്ത്രിയെ ഇസ്രയേലിനെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരാളെന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണമാണ് മാൽദ്വീപിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യം രേഖപ്പെടുത്തേണ്ടത്. മാൽദ്വീപിനെ പോലെ ഒരു രാജ്യത്തിന് ഇന്ത്യയുടെ പിന്തുണ കൂടാതെ അങ്ങനെ ദീർഘകാലം പിടിച്ചു നിൽക്കാനാകില്ല എന്നതും അവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഏതായാലും മാൽദ്വീപിൻ്റെ മുൻ പ്രസിഡന്റ് ഇത് സംബന്ധിച്ചൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ട്. മുഹമ്മദ് നൗഷീദ് എന്ന മുൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഇന്ത്യയും മാൽദ്വീപും ദീർഘകാലമായി സൗഹൃദ ബന്ധത്തിലുള്ള രാജ്യമാണ്, കീ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന തലത്തിലാണ് അദ്ദേഹം അതിനെ പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം ഇന്ത്യയും മാൽദ്വീപും ഉണ്ടായപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രതികരണത്തെ അനവസരത്തിലായിപ്പോയി, അല്ലെങ്കിൽ അത് അനാവശ്യമായിരുന്നു എന്ന തരത്തിലുള്ള മുൻ മാൽദ്വീപ് പ്രസിഡന്റും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ മാൽദ്വീപിലെ തന്നെ പ്രമുഖരായ ആളുകൾ രംഗത്ത് വരുന്നു. സർക്കാരും അത് പിൻവലിച്ച് അത്തരം പോസ്റ്റുകൾ പിൻവലിക്കണം, നടപടിയെടുക്കും എന്ന് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു.
കഴിയുന്നു. അതേസമയം ഇന്ത്യ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. ശക്തമായൊരു മറുപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്.